സലീം കുമാർ എന്ന നടൻ നമ്മളെ വിട്ടുപോയിട്ട് കുറച്ച് ദിവസങ്ങളായി. ഇപ്പോഴും അദ്ദേഹത്തെക്കുറിച്ചുള്ള വാർത്തകളും അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങളും അതിന്റെ റീലുകളൊക്കെ ഇപ്പോഴും നമ്മുടെ ഫീഡിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കരിയറിൽ വലിയൊരു ടേണിംഗ് പോയിന്റ് ആയ ഒരു സിനിമ തന്നെയായിരുന്നു തെങ്കാശിപ്പട്ടണം. ആ ഒരു സിനിമയ്ക്ക് മുമ്പ് അദ്ദേഹം മിമിക്രി ട്രൂപ്പുമായി ബന്ധപ്പെട്ട് അതായിരുന്നു അദ്ദേഹത്തിന്റെ ഉപജീവനം. ഇടയ്ക്ക് സിനിമയിൽ അവസരങ്ങൾ ട്രൈ ചെയ്യുന്നു, ചെറിയ ചെറിയ വേഷങ്ങൾ ലഭിക്കുന്നു, അങ്ങനെയായിരുന്നു അദ്ദേഹം പോയിരുന്നത്. തെങ്കാശിപ്പട്ടണം സിനിമ ശരിക്കും ഹരിശ്രീ അശോകനായിരുന്നു ആ ഒരു വേഷത്തിൽ ആലോചിച്ചിരുന്നത്. ഹരിശ്രീ അശോകൻ തിരക്കായതുകൊണ്ടാണ് ആ ഒരു കുതിരക്കാരന്റെ വേഷത്തിലേക്ക് സലീം കുമാർ എത്തുന്നത്. അങ്ങനെ സലീം കുമാർ ആ ഒരു സിനിമയുടെ ഷൂട്ടിന്റെ ഭാഗമായിട്ട് അന്ന് തമിഴ്നാട്ടിൽ പൊള്ളാച്ചി അവിടെയായിരുന്നു അതിന്റെ ഷൂട്ട്. അപ്പൊ അതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ അവിടെ പോകുന്നു. അപ്പൊ എല്ലാ ദിവസവും അദ്ദേഹം രാവിലെ ഒരു ചായ കുടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങും. അദ്ദേഹം തന്നെ തമാശ രൂപേണ പറഞ്ഞിട്ടുണ്ട്, രാവിലെ ആ ദിവസത്തെ കാര്യങ്ങളൊക്കെ സുഖമായി നടക്കണമെങ്കിൽ ഒരു ചായ ആദ്യം അകത്തോട്ട് ചെല്ലണം. അങ്ങനെ അദ്ദേഹം ചായ കുടിക്കാൻ ചെല്ലുമ്പോൾ ചില ആളുകൾ അദ്ദേഹത്തെ നോക്കി ചിരിക്കുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അദ്ദേഹം അവിടെ ആരെയും പരിചയമില്ല, പിന്നെ അദ്ദേഹം അങ്ങനെ അറിയപ്പെടുന്ന ഒരു നടനായിട്ടില്ല, പിന്നെ എന്തിനാണ് എന്നെ നോക്കി ചിരിക്കുന്നത്. അത് എല്ലാ ദിവസവും ഈ ഒരു ചിരി കാണുന്നുണ്ട്. ചില ദിവസങ്ങൾ ആൾക്കാരുടെ എണ്ണം കൂടുന്നു, ആള് കൂടുന്നു. അപ്പൊ അദ്ദേഹത്തിന് പേടിയായി, ഇനി എന്തെങ്കിലും തല്ലാൻ വേണ്ടിയാണോ എന്നുള്ളത്. അപ്പൊ ഒരു ദിവസം ആള് വന്നിട്ട് പറഞ്ഞു, സാറിന്റെ സിനിമ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, ഇവിടെ ഭയങ്കര സൂപ്പർ ഹിറ്റാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം ചോദിച്ചാൽ എന്റെ ഏത് സിനിമ? ചെറിയ ചെറിയ വേഷങ്ങളൊക്കെയാണ് പല സിനിമകളും അഭിനയിച്ചിട്ടുള്ളത്. പക്ഷെ അവര് പറഞ്ഞില്ല, സാറിന്റെ സിനിമ ഞാനെന്ന് ഇപ്പോ എന്തോ ഒരു പേരും പറഞ്ഞു, കാതൽ പൂക്കളോ കാതൽ റോജാവോ എന്തൊരു പേര്, ഞാൻ ആ പേര് ഓർക്കുന്നില്ല. അദ്ദേഹം അത് ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ ചിലപ്പോൾ പലരും പറയുന്നുണ്ടോ അത്. പറഞ്ഞപ്പോഴാണ് മനസ്സിലായത്, നമ്മുടെ മലയാളത്തിൽ സൂപ്പർ ഹിറ്റായി ഓടിയ കിന്നാരത്തുമ്പികളാണ് ഉദ്ദേശിച്ചത്. ശരിക്കും കിന്നാരത്തുമ്പികൾ എന്ന് പറയുന്ന ഒരു സിനിമ അന്ന് ഷൂട്ടിംഗ് തുടങ്ങുമ്പോഴും അതിന്റെ പ്ലാൻ ചെയ്യുമ്പോഴൊന്നും അത് ഇത്തരത്തിലുള്ളൊരു സിനിമ ഒരു പടം രീതിയിലല്ല, അതല്ലാത്തൊരു രീതിയിൽ റൊമാൻസ് പടം എന്ന രീതിയിൽ എന്തുകൊണ്ട് അത് പ്ലാൻ ചെയ്തത്. സലീം കുമാർ ആ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അന്ന് ആ സിനിമ അഭിനയിക്കുമ്പോൾ ഷക്കീലനെ ആർക്കും അറിയില്ല. അതങ്ങനെ ഒരു ഷക്കീല പടം എന്ന രീതിയിലൊക്കെ അതിന് ശേഷമാണല്ലോ അത്തരം സിനിമകളെ വിളിക്കാൻ തുടങ്ങിയത്. അന്ന് ആ സിനിമ സലീം കുമാർ അഭിനയിച്ച ശേഷമാണ് അഭിനയിച്ചു പോയി. പിന്നീടാണ് അതിന്റെ ഡയറക്ടർ അദ്ദേഹത്തെ വിളിച്ച് പറഞ്ഞത്, ഈ ഒരു സിനിമയിൽ ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് പ്രഷർ ഉണ്ട്, അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു സിനിമയായിട്ടായിരിക്കും വരുന്നത് എന്നുള്ള രീതിയിൽ കുറച്ച് സീൻസ് ഒക്കെ ആഡ് ചെയ്ത്. അപ്പൊ സലീം കുമാർ പറഞ്ഞു, പോസ്റ്ററിലൊന്നും എന്റെ തല എവിടെയും വെക്കരുത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പക്ഷെ ആ സിനിമ ഈ പറയുന്ന തരത്തിലുള്ള കുറച്ച് മസാല സീനുകളെല്ലാം ആഡ് ചെയ്ത സിനിമ ഇറങ്ങി. അത് 2000 ഒരു മാർച്ച് മാസം എന്തോണ് അത് കേരളത്തിൽ റിലീസ് ആകുന്നത്. ഇവിടെ നരസിംഹത്തിന് ശേഷം ഏറ്റവും കൂടുതൽ ഓടിയ ഒരു സിനിമയായിരുന്നു ആ വർഷത്തെ. നരസിംഹം വലിയേട്ടനോടൊപ്പം തന്നെ ഓടിയ ഒരു സിനിമ തന്നെയായിരുന്നു. അന്നത്തെ ഇന്ത്യ ടുഡേയിലൊക്കെ മമ്മൂട്ടിയുടെ മോഹൻലാലിന്റെയും ഒപ്പം വലിയൊരു ഫോട്ടോ, ഷക്കീലയുടെയും ഒരു ഫോട്ടോ ഇന്ത്യ ടുഡേ എന്ന് തോന്നുന്നത്. അതായത് ഒരു മാസികയിലൊക്കെ ഉണ്ടായിരുന്നു ആ 2000 മലയാള സിനിമ എന്ന് പറഞ്ഞിട്ട്. ഷക്കീലേനെ ചുറ്റിപ്പറ്റി കുറെ സിനിമകൾ വന്നിട്ടുണ്ട്. അപ്പൊ ഈ സിനിമ അവിടെ തമിഴിൽ ഡബ് ചെയ്തിട്ട് മറ്റേതൊരു പേരിൽ അവിടെ കുറെ ദിവസങ്ങളായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. അപ്പൊ ആളുകൾ റിപ്പീറ്റ് ആയിട്ട് സിനിമ തിയേറ്ററിൽ കാണാൻ പോയി. സലീം കുമാറിനെ തിരിച്ചറിഞ്ഞ് സലീം കുമാറിനോട് ആരാധനയോട് കൂടിയാണ് ആളുകൾ വന്ന് സംസാരിച്ചത്. സലീം കുമാർ തമാശ രൂപേണ പറഞ്ഞു, അവിടെ സുരേഷ് ഗോപിനെയോ ലാലിനെയോ ദിലീപിനെയോ ഒന്നും ആർക്കും അറിയില്ല, പക്ഷെ എന്നെ എല്ലാവരും തിരിച്ചറിയാൻ തുടങ്ങി എന്നുള്ളതാണ്. അപ്പോ സലീം കുമാറിന് ഒരു താല്പര്യം, അഭിനയിച്ച ശേഷം ഇത്തരത്തിലൊരു സിനിമയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹം താല്പര്യമില്ല, എന്റെ ഫോട്ടോ ഒന്നും വെക്കരുന്ന രീതിയിൽ അദ്ദേഹം എവിടെയും പറയാതിരുന്നതാണ്. പക്ഷെ അദ്ദേഹം അത് പുറത്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ ആളുകളെല്ലാവരും തിരിച്ചറിഞ്ഞത് ആ ഒരു സിനിമയിലൂടെയായിരുന്നു അന്ന്. ഒരുപക്ഷെ അദ്ദേഹത്തിലെ ഒരു സ്റ്റാറിനെ ആദ്യമായിട്ട് ആളുകൾ തിരിച്ചറിഞ്ഞ, അല്ലെങ്കിൽ ഒരു ഫെയിം കിട്ടിയത് ചിലപ്പോൾ ആ ഒരു സിനിമയിലൂടെ ആയിരിക്കും. എന്തായാലും മറ്റൊരു കാര്യം, കിന്നാരത്തുമ്പിനെ കുറിച്ച് അതുകൂടിയും പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ആ ഒരു സിനിമയിലെ നായകൻ, എനിക്ക് നായകന്റെ പേരൊന്നും അറിയില്ല, അതിനുശേഷം വേറെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ എന്നറിയില്ല. ആ നായകന് ഡബ് ചെയ്തത് ഇന്നത്തെ അറിയപ്പെടുന്ന ഒരു നടനാണ്, ജയൻ ചേർത്തല. ഇന്ന് ആ വോയിസ് നിങ്ങൾ ആ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന്റെ സീനുകൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ജയൻ ചേർത്തല എന്ന് പറഞ്ഞ് പിന്നീട് അറിയപ്പെടുന്ന നടനൊക്കെയായി മാറി. ഇന്ന് അദ്ദേഹം അമ്മ സംഘടനയുടെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിലുണ്ട്. അദ്ദേഹമാണ് ആ ഒരു സിനിമയിൽ ഡബ് ചെയ്തിരിക്കുന്നത്.